ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. ഐ ആം യുവർ വിപിൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്ന അംഗം അട്ടഹാസ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവിനെ കുറിച്ചല്ല, ആ റിവ്യൂ ഇട്ട ഒരാളുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഇയാളിപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ റിവ്യൂ ഇട്ടതിന് ശേഷം ഈ സിനിമ ഫ്ലോപ്പായിപ്പോയി. ഈ സിനിമ വറ്റ മോശമാണെന്നുള്ളത് എല്ലാ ഭാഗത്തുനിന്നും വന്ന അഭിപ്രായമാണ്. കോമൺ ഓഡിയൻസിൻ്റെ, അതിപ്പോൾ നമ്മളുടെ ഇതുണ്ടല്ലോ പോപ്കോൺ മീഡിയ അങ്ങനെയുള്ളവരൊക്കെ ഓഡിയൻസ് റിവ്യൂ എടുത്തിട്ടായിരുന്നു ഈ സിനിമയുടെ. അതിലടക്കി ഈ പടം വളരെ മോശമാണെന്നുള്ള റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിന് മനസ്സിലാക്കുക. ഞാൻ മെയിനായിട്ട് ഈ സിനിമകൾ ഒന്ന് നോക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ഓഡിയൻസ് റിവ്യൂ ആണ്. അല്ലാതെ ടെക്നിക്കൽ റിവ്യൂസ് ഞാനും നോക്കാറില്ല. ഞാൻ ഡയറക്റ്റ് പോയി കാണാറാണ് പിന്നെയുള്ള സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈപ്പുള്ള പടങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഓഡിയൻസ് റിവ്യൂ ഒന്ന് നോക്കിയിട്ട് പോയി കണ്ടു നോക്കും, എന്നിട്ട് എൻ്റെ അഭിപ്രായം പറയാറുണ്ട്. ഈ കൊക്ക് എന്ന് പറയുന്ന ആൾ ഡയറക്റ്റ് പോയി സിനിമ കാണുന്ന വ്യക്തിയാണ്. അയാൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഈ സിനിമ ഒട്ടും വർക്കായില്ല, അതുകൊണ്ട് അയാൾ ആ സിനിമയ്ക്ക് മോശമായിട്ടുള്ള റിവ്യൂ പറഞ്ഞു. ശേഷം ഈ സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും ആക്ടറും വന്നിരുന്നിട്ട് പറയുകയാണ്, ഈ സിനിമയ്ക്ക് കൊക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ ഫ്ലോപ്പായത്. ഓൾറെഡി ഫ്ലോപ്പായ ചത്ത കുട്ടിയുടെ ജാതകമാണിത്. ഓൾറെഡി ചത്ത കാക്കേനെ വീണ്ടും ഷോക്ക് അടുപ്പിച്ച് ജീവിപ്പിക്കാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, കഴിഞ്ഞു. ഈസ് ഡാറ്റ് മാൻ. അയാൾ മരിച്ചുപോയി. കൊക്ക അത്രേ പറഞ്ഞിട്ടുള്ളൂ, ഈ സിനിമ ഫ്ലോപ്പാണ്, ഓൾറെഡി ഫ്ലോപ്പാണ്, അതിൽ മനുഷ്യന്മാർ കയറുന്നില്ല. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് കൂടി പണം തന്നില്ല. 10 പേര് വരെ ആ സിനിമ ഇടൂലായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ കൊക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ, ആൾ ഏത് സിനിമകളിലും സർക്കാസ്റ്റിക് ആയിട്ട് തന്നെ റിവ്യൂ ഇടുള്ളൂ. കുറച്ച് ട്രോൾ ചെയ്തിട്ടൊക്കെ തന്നെ റിവ്യൂ പറയാറ്. ഇല്ല എന്ന് പറയണമെന്നില്ല. ഞാൻ അയാളെ ഗ്ലോറിഫൈ ചെയ്യാനൊന്നുമല്ല വന്നിരിക്കണമെന്ന് ചെയ്യണത്. അതും കൂടിയും പറയാലോ. ആസ് എ ഓഡിയൻ ഈ സിനിമ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്കിതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത് മുഴുവനായിട്ട് പറയാൻ വയ്യ. പക്ഷേ ഈ റിവ്യൂവേഴ്സ് മുഴുവൻ പൈസ മേടിച്ചിട്ടാണ് സിനിമയുടെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇവരൊക്കെ റിവ്യൂ ചെയ്യണവരാ. ഇവരാരും 10 പൈസ വാങ്ങിയിട്ടല്ല റിവ്യൂ ചെയ്യണം. ഞാനും 10 പൈസ കിട്ടിയിട്ടല്ല. എനിക്കിതൊന്നും ഒരു ഉപകാരമില്ല സത്യം പറഞ്ഞ റിവ്യൂ ഇതുകൊണ്ട്. ടിക്കറ്റിൻ്റെ പൈസ അടക്കം നഷ്ടമാണ്, എന്നാലും ഞാൻ റിവ്യൂ ഉണ്ടല്ലോ. എന്തുകൊണ്ടാ? എനിക്ക് എൻ്റെ ഒരു കഴിവ് ഇത് തെളിയിക്കണം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാലും ഒരു യൂട്യൂബർ ആവണം എന്നുള്ളതുകൊണ്ട് കരുതി ഞാൻ റിവ്യൂ ചെയ്യാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതും ഇല്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാലും ഒരു റിവ്യൂവർ ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇയാളും റിവ്യൂ ചെയ്യണു. ഇയാൾ പറയണത് വർക്കാവുന്നു, ചിലർ പറയുന്നത് വർക്കാവില്ല. പക്ഷേ ഈ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് പറയുന്നത് വേറെ ലെവലാണ്. അവർക്ക് പടം ഇഷ്ടപ്പെട്ടാൽ തന്നെയാണ്, അതിപ്പോൾ എത്ര നെഗറ്റീവ് റിവ്യൂ വന്ന സിനിമയാണെങ്കിലും ഓടും, എത്ര പോസിറ്റീവ് വന്നാണെങ്കിലും ഓടേണ്ട പടമാണെങ്കിൽ ഓടും. എന്നാൽ തന്നെ ഓടുള്ളൂ. അല്ലാതെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ഈ പടം ഒന്നും ഹിറ്റാവാനും ഫ്ലോപ്പാവാനും പോകണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയബുദ്ധി ചിന്തിച്ചിട്ട് തന്നെ ഒരു സിനിമയ്ക്ക് പോകുള്ളൂ. അത്രയോ ആലോചിച്ചാൽ പോരെ? പൈസ വാങ്ങിയിട്ട് ആർക്കെങ്കിലും റിവ്യൂ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ?